കേരളത്തിൽ നിന്നും മുതലക്കണ്ണീരുമായി ഛത്തീസ്ഗഡിൽ പോയ കെ രാധാകൃഷ്ണനും എ റഹീമും ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന CPM-ഉം ക്രൈസ്തവർക്കെതിരായ പ്രവർത്തികളിൽ ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചവരാണ്. മനുഷ്യക്കടത്തിന് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത BJP സർക്കാരിന്റെ ഛത്തീസ്ഗഡ് മോഡൽ 2022 കേരളത്തിലെ CPM സർക്കാരും നടപ്പിലാക്കിയിരുന്നു. നിരപരാധികളായ 2 മദർ സുപ്പീരിയർമാരായിരുന്നു കേരള സർക്കാരിന് കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഇര. 3 കുട്ടികളെ മഠത്തിലേക്ക് സഹായികളായി അവരുടെ തന്നെ ബന്ധുക്കൾ വീട്ടുകാരുടെ സമ്മതപ്രകാരം കൊണ്ടുവന്നതാണ് മനുഷ്യക്കടത്തായി വ്യാഖ്യാനിച്ചത്. കന്യാസ്ത്രീകളെ 4-5 പ്രതികളാക്കിയതാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ജാർഖണ്ഡിൽ നിന്നുള്ള ബന്ധുക്കളായിരുന്നു ആദ്യ 3 പ്രതികൾ. വർഷങ്ങളായി വ്യത്യസ്ത മഠങ്ങളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കൊപ്പമാണ് കുട്ടികളെ മാതാപിതാക്കൾ വിട്ടയച്ചത്. പ്രായപൂർത്തിയായവരാണ് കുട്ടികളെന്ന് രേഖകളിൽ ഉണ്ട് എങ്കിലും മെഡിക്കൽ പരിശോധനയിൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ. ഇത് പ്രകാരമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ചിലരുടെ താൽപര്യപ്രകാരം കേസെടുത്തത്. 3-ാം ദിവസം ജാർഖണ്ഡിൽ നിന്നും സഹോദരങ്ങളായ കുട്ടികളുടെ മാതാപിതാക്കൾ എത്തി എന്താണ് യാഥാർത്ഥ്യമെന്ന് വിശദമാക്കിയെങ്കിലും അത് ഉൾക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ല. കേസുമായി മുന്നോട്ട് പോയി. ഇതിനിടെ മദർ സുപ്പീരിയർമാർ മറ്റു ജില്ലകളിലെ മഠങ്ങളിലേക്ക് സ്ഥലം മാറി. കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പെൺകുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടുമാണ് കേരളത്തിലേക്ക് വന്നതെന്നും കോടതി വ്യക്തമാക്കി. ലൈംഗിക ചൂഷണം, നിർബന്ധിത തൊഴിലെടുക്കൽ എന്നിവ ഇല്ല എന്ന് വ്യക്തമാണെന്നും കോടതി ഉത്തരവിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനവും ബലപ്രയോഗവും നടന്നിട്ടുണ്ടാകും കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ എന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്നതിന് അനുകൂലമായി കുട്ടികളോ സാക്ഷികളോ മൊഴി നൽകിയിരുന്നുമില്ല. മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനുമാണ് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതെന്ന് കോടതിയിൽ പറഞ്ഞ BJP സർക്കാരിന്റെ അതേ സ്വരമായിരുന്നു കേരളത്തിൽ നടന്ന സംഭവത്തിൽ CPM സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇതേ കേരളത്തിലാണ് ക്രൈസ്തവർ നീതിക്കായി തെരുവിൽ പോരാടുന്നത് എന്ന വൈരുദ്ധ്യവും മനസ്സിലാക്കണം. ഇന്നലെ രാജ്ഭവനിലേക്ക് തിരുവനന്തപുരം കാത്തലിക് ഫോറം നടത്തിയ മാർച്ചിലും വേദനയും അമർഷവും ആർത്തിരമ്പുന്നുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ക്രൈസ്തവ സംഘടനകളും വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളും പ്രതിഷേധ ചൂടിലുമാണ്. KPCC-യും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. NIA കോടതിയിലാണ് ഇനി പ്രതീക്ഷ. പബ്ലിക് പ്രോസിക്യൂട്ടറെ കേട്ട ശേഷം മാത്രമേ പ്രത്യേക ജഡ്ജിക്ക് വിധി പറയാൻ കഴിയൂ. പ്രോസിക്യൂട്ടർ പറയാൻ പോകുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട് തന്നെയാണ് എങ്കിൽ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്. പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കുന്നില്ല എന്ന് ജഡ്ജി രേഖപ്പെടുത്തുക കൂടി ചെയ്താൽ മാത്രമാണ് കന്യാസ്ത്രീകളായ പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും ജാമ്യത്തിലിറങ്ങാൻ കഴിയുക. കേരളത്തിലെ BJP-ക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. സന്യാസിനിമാർ നിരപരാധികളാണെന്നും സംരക്ഷിക്കുമെന്നും ആവർത്തിക്കുമ്പോൾ തന്നെയാണ് ഛത്തീസ്ഗഡിലെ BJP അതിന് വിപരീതമായ സ്വരം ഉയർത്തുന്നത്. എന്താണ് വസ്തുതയെന്ന് ഛത്തീസ്ഗഡിലെ BJP നേതൃത്വത്തെയോ സർക്കാരിനെയോ ബോധ്യപ്പെടുത്താൻ BJP-ക്ക് കഴിയാത്തതാണോ? അതോ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ വേഷമാടുകയാണോ കേരളത്തിലെ BJP നേതാക്കൾ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ജീവിതത്തിന്റെ വലിയ പങ്കും സാമൂഹിക സേവനത്തിനായി മാറ്റിവെച്ച് സമർപ്പിത ജീവിതം നയിച്ചവരാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതിയും. അതിന് സമൂഹം അവർക്ക് തിരികെ നൽകിയ സമ്മാനം ജീവനുള്ള കാലം മറക്കാൻ അവർക്ക് കഴിയുകയുമില്ല. 60 വയസ്സിനോടടുത്ത് പ്രായമുള്ളവരാണ് ഇരുവരും. ജയിലിനകത്ത് കൊടിയ ദുരിതമാണ് ഒരു അതിതീവ്ര ഹിന്ദു സംഘടനയുടെ സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അവർ അനുഭവിക്കുന്നത്. ചെരുപ്പിടാൻ അനുവാദമില്ല. സഭാവസ്ത്രമാണ് അണിയുന്നതെങ്കിലും അത് പൂർണ്ണമല്ല. കൊന്ത ധരിക്കാൻ അനുവാദമില്ല. വല്ലാത്തൊരു കാലത്തിലൂടെയാണ് ഭാരതത്തിലെ ക്രൈസ്തവർ കടന്നു പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കേരളത്തിൽ പോലും കന്യാസ്ത്രീകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ ആ അരക്ഷിതാവസ്ഥ ചെറുതല്ലെന്ന് വ്യക്തമാണ്. തങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന നിലവിളിയാണ് ജാമ്യാപേക്ഷ തള്ളിയെന്നറിഞ്ഞ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാരിൽ നിന്നും ആദ്യമുണ്ടായത്. കന്യാസ്ത്രീകളെ ജാമ്യാപേക്ഷ തള്ളിയ വിവരം അറിയിക്കാൻ ജയിലിനകത്തേക്ക് പോയ ഉറ്റവരുടെ അവസ്ഥയും വിഭിന്നമായിരുന്നില്ല. ജയിലിനു പുറത്തെ ബജ്രംഗ് ദളിന്റെ കൊലവിളിയും കൂടി ചേരുമ്പോൾ എവിടെയാണ് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം അന്തരീക്ഷമാകെ മുഴങ്ങുന്നുമുണ്ട്.